വൺ ഡേ വ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മളുടെ പാച്ചുവിന്റെ ഗോപാലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും കേട്ടോ. അവര് നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഫെബ്രുവരി 8-ാം തീയതിയാണ് ഞങ്ങൾക്ക് അവരെ റോഡിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫെബ്രുവരി 8-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു ശനിയാഴ്ചയായിരുന്നു, നമുക്കൊരു വൈകുന്നേരമാണ് കിട്ടുന്നത്. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ അടച്ചിട്ട് പോയി കാണും. അപ്പം നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു, അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ മൺഡേ ഞങ്ങൾ 10-ാം തീയതി, അത് ഫെബ്രുവരി 10-ാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ബ്ലഡിൻ്റെ കുറവൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അനീമിക്കാണെന്ന് പറഞ്ഞു. പിന്നെ വിര ഇളകാനുള്ള ഗുളികയൊക്കെ തന്നു. അത് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് റാബിസിന് ഉള്ള ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 17-ാം തീയതി കൊണ്ടുപോയി അവർക്ക് റാബിസിനെതിരെയുള്ള ഫസ്റ്റ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് നെക്സ്റ്റ് പിന്നെ ഒരു മാസം ആകുമ്പോഴാണ് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർക്കൊരു 20-ാം തീയതി ആയപ്പോഴത്തേക്ക് അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നു. ഗോപാലനെയാണ് അവർ അഡോപ്ഷൻ ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ അവരടുത്ത് നമ്മൾ ഗോപാലനൊന്നും അന്നൊന്നും നമ്മുടെ അടുത്ത് ഇണങ്ങിയിട്ടേ ഇല്ല. ഇപ്പം ഒട്ടും ഇണങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, ഇണങ്ങിയിട്ട് കൊണ്ടുപോകാം. അവർക്കെല്ലാം നിർബന്ധമായിട്ട് തന്നെയില്ല, ഞങ്ങൾ പോയി ഇണക്കി എടുത്തോളാം, കുഴപ്പമില്ല, തന്നോളൂ എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് നമ്മളതിന് കൊണ്ടുപോയി. വൈകുന്നേരം അവിടെ ചെന്നിട്ട് ഗോപാലം ഒന്നും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒരേ കിടത്തയായി. ഭക്ഷണം എന്തൊക്കെ മീൻ കൊടുത്തു, ചിക്കൻ കൊടുത്തു, പാല് കൊടുത്തിട്ടൊന്നും രക്ഷയില്ലെന്നൊക്കെ അവർ വിളിച്ച് പറഞ്ഞ്. പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും കഴിക്കുന്നില്ല, ഒരേ കിടപ്പ, വിഷമിച്ച് ഒരേ കിടപ്പ, നമ്മൾ തിരിച്ചു കൊണ്ടുവരട്ടാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു തിരിച്ചു കൊണ്ടുവന്നോ, പ്രശ്നമൊന്നുമില്ല, കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവനെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഇച്ചിരി അവിടുന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഗോപാലൻ നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഇണങ്ങാൻ തുടങ്ങി കേട്ടോ. ഗോപാലനും പാച്ചുവും കുറച്ചും കൂടെ ഒന്ന് ഇണങ്ങാൻ തുടങ്ങി. പാച്ചുവിനും നല്ല വിഷമം ഉണ്ടായിരുന്നു ഗോപാലിനെ പിരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ സെപ്പറേറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു തരത്തിലും പോകുന്നിടത്ത് നിൽക്കത്തില്ല. ഇവർ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് അഡോപ്ഷന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവർ അവിടെ നിന്ന് പോകും. അവർ സ്നേഹത്തോടെ ഇണങ്ങാൻ കുറച്ച് ടൈം എടുത്താലും ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കഴിച്ച് നിൽക്കുമെന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാതെ ഇവരെ ഒരുമിച്ച് അഡോപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ മുമ്പൊരിക്കൽ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഫാമിലിക്ക് ഒരു പപ്പിക്കുട്ടിയെ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഏതോ ഒരു ഗ്രൂപ്പിലൊരു പട്ടിക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ആരോ മെസ്സേജ് ഇട്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചിട്ടുണ്ടോ, പട്ടിക്കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 2 പേരുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ അവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ എന്തായാലും നിങ്ങൾ സംസാരിച്ച് നോക്ക്, അവർക്ക് അങ്ങനെ 2 പേരെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടു, അല്ലാന്നുണ്ടെങ്കിൽ എന്തരാന്ന് വെച്ചാൽ അന്നേരം അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവർ വന്ന് പിറ്റേ ദിവസം തന്നെ ഒരു ലേഡി വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു 2 പേരുണ്ട്, അവർ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വിഷമാവും, നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും, അവർക്കും അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് 2 പേരെയും കൂടെ എടുക്കാം. അന്നേരം അതെന്താ നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ വന്ന് അഡോപ്ഷൻ ചെയ്യാനായിട്ട് വന്നു. ഇനിയുള്ള രംഗങ്ങൾ അവർ ഞങ്ങളെ വീട്ടിൽ വന്ന് ഗോപാലിനെ പാച്ചുവിനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് കേട്ടോ. ഓക്കെ, നമ്മളുടെ പാച്ചുവിനും ഗോപാലനും അഡോപ്ഷൻ ആയിട്ടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്നുള്ള സ്ഥലത്തു നിന്നാണ്, പൂതകുളത്തു നിന്നാണ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പാച്ചുവിനെ അടുത്തിപ്പോൾ കയ്യിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവർക്ക് ഓൾറെഡി ഒരു ഡോഗ് ഉണ്ടായിരുന്നു. എന്ത് പേര്? വിജയലക്ഷ്മി അല്ലേ? ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അത് ആള് ഇപ്പം 2-3 ദിവസം മുമ്പ് മരിച്ചു. പ്രായമായിട്ട് മരിച്ചതാണ്. ഓക്കെ, 8.5 വയസ്സായി പ്രായമായി മരിച്ചത്. അപ്പോൾ അവരെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര വിഷമം, ഒരു പട്ടിക്കുട്ടി ഇല്ലാതെ അവർക്ക് ജീവിതം പയ്യെന്ന് പറയുന്നു. അങ്ങനെ 2 പേരെ അവർ അഡോപ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 പേരെയും കൂടെ എടുക്കാനായിട്ട് വന്നപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അണ്ണ അവിടെ ബോക്സൊക്കെ അവരെ കൊണ്ടുപോകാനുള്ള ബോക്സ് അണ്ണ അവിടെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതിപ്പം ഗോപാലനാ. പാച്ചുവിനെ തുറന്നു വിട്ടപ്പോഴത്തേ അവ ഓടിയിട്ടുണ്ട്, എവിടെയോ പോയി ഒളിച്ചിരിക്കുക. എവിടെയാണെന്നറിയാൻ വയ്യ. അടുക്കള ഭാഗത്ത് പോയോ? അപ്പോൾ അവിടെ ഈ ഫ്രണ്ടിൽ വന്നിട്ടാവും പിന്നെ വീണ്ടും അടുക്കള വശത്ത് പോയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അതുകൊണ്ടാ. പാച്ചു ബാ പോണ്ടേ? പുതിയ അമ്മ വന്ന് ബാ പാച്ചുവിന്റെ അമ്മ വന്ന് ബാ. അവൻ അടുക്കളയിലേക്ക് കയറി വരും. കുഴപ്പമില്ല, ഞാൻ റോഡിൽ വെച്ചെടുത്ത പട്ടിയെ മാർച്ച് 3-ാം തീയതിയാണ് വിജയലക്ഷ്മി ഞങ്ങളടുത്ത് പാച്ചുവിനെ ഗോപാലിനെ അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടി വന്നത്. അവരുടെ ഡോഗ് മരിച്ചു പോയത് കാരണം എങ്ങനെയെങ്കിലും റോഡിൽ ഒരെണ്ണത്തിനെ എടുക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് സക്സസ് ആയില്ല. വിജയലക്ഷ്മിക്ക് ചെറിയ പരുക്ക് പറ്റി, പോറലൊക്കെ പറ്റി കയ്യിൽ. അങ്ങനെ വാക്സിനൊക്കെ എടുക്കേണ്ടി വന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ലെന്നാണ്, ഈ പട്ടിക്കുട്ടികൾ വലിയ കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. ഗോപാലു പോവണ
കോവാലിന്റെ പുതിയ മമ്മിയാണ് കേട്ടാ. വരാൻ പറയാം ഇടയ്ക്ക്. പാച്ചു താണ്ട വന്ന് പാച്ചു ഇങ്ങനെ ഓടി ഓടി നിക്കുക വരാതെ. എവിടെ പോണ്? പുതിയ വീട്ടിൽ പോണില്ലേ? എവിടെ പോണ? ഈ ഓട്ടോ കിട്ടത്തില്ല, നമ്മളെ ചുറ്റാകോട്ട് ഓട്ടിക്കില്ല. പിന്നെ അവിടെ എവിടെയൊക്കെ മറവ് വെച്ചിട്ടൊക്കെയാണ് പിടിക്കുന്നത്. അങ്ങനെ പാച്ചു കോവാലനും പുതിയ വീട്ടിൽ പോവുകയാണ്. ഒരു കൂട്ടർ ഇവനെ വന്ന് എടുത്തതാട്ടാ. എടുത്തിട്ട് ഞങ്ങൾ നോക്കിക്കോളാം, പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഇണക്കി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യത്തിൽ കൊണ്ടുപോയതാ. കൊണ്ടുപോയിട്ട് വൈകുന്നേരം പറയും ഒന്നും കഴിക്കുന്നില്ല, വിഷമിച്ച് അവിടെ കിടക്കുന്നു, ഒരു പരുവായെന്ന്. നമ്മളും തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴേ തിരിച്ചു കൊണ്ടുവന്നു. ഒറ്റയ്ക്കായതിൻ്റെ ഇവര് ഒരുമിച്ചല്ലായിരുന്നു എത്ര നാള്. നിന്നെ പിടിച്ചോടാ. നീ എവിടെടാ ഓടുന്നത്? ചാക്കിട്ട് പിടിയണ്ടാവനാ. പാച്ചുവേ കോല ഇത് പാച്ചുക്ക് ഇങ്ങനെ ഓടിക്കുമ്പോ ചിലപ്പോ മോന്ത ഇങ്ങനെ തിരിച്ചിങ്ങനെ വല്ലുവിന്റെ വായങ്ങ് തുറന്നോണ്ട് വരും. നല്ല പാട് കാണും നോക്കാന്. അപ്പൊ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും. ആളുണ്ട്. കാരണം ഇവർ പെട്ടെന്ന് മെയിനായിട്ട് ഇവർ പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പല്ല, അതാണ്. പാച്ചുവിനെ കൂട്ടിലാക്കി. അപ്പൊ കോവാലനെ ഇതായത് കൂട്ടിലാക്കിയിട്ടുണ്ട്. രണ്ടുപേരും പോവാണ്. ഇതിൽ അടയ്ക്കാൻ വരട്ടെണ്ണ. അയ്യോ കൊച്ചുങ്ങളെ കണ്ടി പേടിച്ചിരിക്കുക. അങ്ങനെ മിക്കവാറും അപ്പിയൊക്കെ ഇടാം. അന്നേരം സൈഡ് തുറന്നിരിക്കുന്ന പ്രശ്നമുണ്ട്. മക്കള് പോവേണ പേടി ഒതുങ്ങുന്നുണ്ട. പേടിയാണ്. കാരണം നല്ല പേടി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കാര്യമായിട്ട് കേട്ടാ. അതാ ഉപദ്രവിച്ച അല്ല ഇതിന്റെ കൂടെ ഉള്ളതേ വണ്ടി തലേ കൂടെ കയറി ചത്തത് കണ്ട് അങ്ങനെ പേടിച്ചതാ മെയിനായിട്ട്. അത് കാരണം മൊത്തത്തിൽ പേടിയാവുന്നു. വലുതായി കയറഴിക്കണമെന്ന് ഇല്ല, കുളിപ്പിച്ച് തുടങ്ങിയില്ല. നമ്മളൊന്ന് ഇണങ്ങിയിട്ട് കുളിപ്പിക്കാന്ന് കരുതി നിർത്തിയിരിക്കുക. അന്ന് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ കയ്യിലെങ്ങാനും പിടിച്ചാലോ എന്ന് കരുതിയിട്ട്. വിജയലക്ഷ്മിയുടെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ പപ്പിക്കുട്ടി നോക്കുക. അവർക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. വിജയലക്ഷ്മിയുടെ അമ്മ നല്ല പൊന്നുപോലെ നോക്കുന്ന പറഞ്ഞു. എപ്പോഴും കൂട് വൃത്തിയാക്കലും ഇവരെ കുളിപ്പിക്കലും കാര്യം നോക്കുക ഒക്കെ ആണെന്നാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട. അതുകൊണ്ട് നമുക്കൊരു സന്തോഷമായി കേട്ടോ. ആ അത് കുഴപ്പമില്ല. വാക്സിൻ്റെ കാര്യം മറക്കരുത്. 6-ാം തീയതി അസുഖം വരാതിരിക്കാനുള്ള ഫസ്റ്റ് ഡോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്തിയതാണ് 8-ാം തീയതി. ഒരു മാസമായി കൈ വന്നിട്ട്. ഞങ്ങളെ കയ്യിൽ വന്നിട്ടേ 1 മാസമാണ് കേട്ടാ. മക്കള് പോവാണ്. എന്നെ കോവാലോ. ഫെബ്രുവരി 20 അതാണ് ഏജ് അവർക്ക് കിട്ടുന്നില്ല. ആ ഒരു സമയം പിന്നെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവർ കിടന്നാലും ബുദ്ധിമുട്ടാണ് അവർക്ക്. നമ്മൾ പോകുന്നതിന് മുമ്പ് അവർ പോകുന്നത് അവർക്ക് നല്ലതാ, നമുക്ക് നല്ലതാ. ഉണ്ടല്ലോ. അത് ശരി. അയ്യോ കേരള എന്നാ ഒന്ന് സൈഡല്ലാന്ന് നോക്കിയോ. എന്നാ ഈ സൈഡ് ഓക്കെ, ആ സൈഡ് ഓക്കെ ആണോ? ചെന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് ഇട്ട് തരണേ. കുറച്ച് ദിവസം ഒന്ന് സൂക്ഷിക്കണേ. അവര് ഇത്രയും പേടിയുള്ളവരായോണ്ട് കടിക്കാനൊക്കെ അധികം പിടിക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ കടിക്കാനൊക്കെ നിൽക്കും. അവര് രക്ഷയ്ക്ക് വേണ്ടി കയറി പിടിക്കുന്നതായിരിക്കും. നമ്മള് ആക്രമിക്കാൻ ചെല്ലുന്നു എന്ന് കരുതി പേടിച്ചിട്ട്. എടുത്തു കഴിഞ്ഞാൽ ഒരു ശല്യമല്ല, അനങ്ങാതിരിക്കും. ചെന്ന് എടുക്കാനാ ബുദ്ധിമുട്ട്. ഇപ്പം കണ്ട നമ്മളോട്ട് ഓട്ടിച്ചു. തുണിയില്ലാതെ പിടിക്കാൻ ചെന്നാൽ കയ്യിൽ പിടിക്കാനും വരും. പാച്ചുവും കോവാലനും അഡോപ്ഷനായി പൂതക്കുളം എന്ന സ്ഥലത്തേക്ക് പരവൂര് കൊല്ലം. അപ്പം നല്ല ഫാമിലിയാണ് കൊണ്ടുപോകുന്നത്. നമുക്കതൊരു സമാധാനമുണ്ട്. ഭഗവാൻ പ്രാർത്ഥന കേട്ട്. അപ്പം ശരി, വല്ലപ്പോഴും വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ ഒന്ന് ഇട്ടുക. വരാം ഉറപ്പായിട്ടും വരാം. ഓക്കെ ശരി. നമ്മുടെ അത്ര ആയുസ് ഈ പാവങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ വിജയലക്ഷ്മിക്കുള്ളൂ. അത്രയും ആയുസുണ്ടെങ്കിൽ അവരുടെ കൂടെ അത്രയും കാലം ജീവിക്കാമല്ലോ എന്ന്. വിജയലക്ഷ്മി ഞങ്ങൾ അവരെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാച്ചുവിനെയും ഗോപാലിനെയും കാണാനായിട്ട് ഞങ്ങൾക്ക് വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്നുടനെ ഉള്ളൊരു ഫോട്ടോ എനിക്ക് ഇട്ടും തന്നായിരുന്നു കൂട്ടിലൊക്കെ ആക്കിയതിന് ശേഷം. ഇപ്പോൾ ഓക്കെയാണ്, ചെറുതായിട്ട് ഇണങ്ങിയും വരുന്നുണ്ട്.